നഴ്സിംഗ് ഡയറക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. കെഇയുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ എങ്ങനെ നടത്താം എന്ന് നമുക്ക് മനസ്സിലാക്കാം. കെഇയുടെ വെബ്സൈറ്റിൽ നിന്നും UGCET 2024 എന്നുള്ളൊരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് എല്ലാ അപ്ഡേഷൻസും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റൗണ്ട് ഓപ്ഷൻ എൻട്രി ലിങ്കിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വിൻഡോ ഫേസാണ് ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ CET നമ്പർ വെരിഫിക്കേഷൻ സ്ലിപ്പിൽ നിന്നും ലഭിച്ചിരിക്കുന്ന CET നമ്പർ ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത ഒരു വിൻഡോയിലേക്ക് നമ്മൾ മാറുന്നതാണ്. അപ്പോൾ ഈ ഒരു വിൻഡോയിലാണ് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ വെരിഫിക്കേഷൻ സ്ലിപ്പിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന CET നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ സീക്രട്ട് കീ, ഇവയെല്ലാം തന്നെ ആ വെരിഫിക്കേഷൻ സ്ലിപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് വീണ്ടും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുകൂടാതെ ഇവിടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതുപോലെ സീക്രട്ട് ക്വസ്റ്റ്യൻ, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഏത് വേണേലും സെലക്ട് ചെയ്യാവുന്നതാണ്. പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളിത് ഈ ഓപ്ഷൻസ് ഏതാ കൊടുത്തതെന്നും അതിൻ്റെ ആൻസർ ഏതാണെന്നുള്ളതും കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ഈ പറയുന്ന പാസ്വേഡൊക്കെ മറന്നു പോവുകയാണെങ്കിൽ സീക്രട്ട് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടായിരിക്കും നമുക്കത് വീണ്ടും പുതിയ പാസ്വേഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഫേസ് ആണ് നമുക്ക് ലഭിക്കുക. ഇവിടെ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ കുട്ടിയുടെയോ പേരൻസിൻ്റെയോ ആരുടെ വേണമെങ്കിലും ബാങ്ക് അക്കൗണ്ട് ഇവിടെ നൽകാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു വിൻഡോ ഫേസിലേക്ക് നമുക്ക് പോകുന്നതാണ്. ഇവിടെയാണ് മെയിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻസും കാര്യങ്ങൾ, അല്ലെങ്കിൽ കോളേജ് സെലക്ഷൻസൊക്കെ ചെയ്യുക. ഇവിടെ 3 ട്രേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ട്രേയിൽ നമുക്ക് കോളേജ് ലിസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നമ്മൾ നമ്പർ അനുസരിച്ച് നമുക്ക് ഓർഡർ അനുസരിച്ച് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യപ്പെടുന്ന കോളേജുകളെല്ലാം രണ്ടാമത്തെ ട്രേയിൽ വരികയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഫൈനൽ പ്രിൻ്റ് എടുക്കുവാനുള്ള ഓപ്ഷനും ലഭിക്കുന്നതാണ്. അപ്പോൾ ജൂലൈ മാസം 30 വരെയാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എത്രയും വേഗം തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ, ഓപ്ഷൻസ്, ലിസ്റ്റുകൾ കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷൻ കൊടുക്കുവാനുള്ള ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നമ്മളിവിടെ എഗ്രി ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ഘട്ടമെന്ന നിലയിൽ നമ്മൾക്ക് കോളേജുകൾ കാണുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ 2 ഓപ്ഷൻസാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുക. ആദ്യമേ തന്നെ BSc നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു BSc നഴ്സിംഗ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കോഴ്സായിട്ടോ അല്ലെങ്കിൽ കോളേജസ് ആയിട്ടോ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസാണ് വരിക. അതായത് ഗവൺമെൻറ്, പ്രൈവറ്റ്, മാനേജ്മെൻറ്റ്. ഇതിൽ തന്നെ ഗവൺമെൻറ് എന്നുള്ളത് കർണാടക സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. പ്രൈവറ്റ്, മാനേജ്മെൻറ്റ് ഓപ്ഷൻസാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ പ്രൈവറ്റ്, മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് ഏതെങ്കിലും നൽകുമ്പോൾ അതിൽ വരുന്ന എല്ലാ കോളേജുകളും ഇവിടെ തെളിഞ്ഞു വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കതനുസരിച്ച് നമ്പറിട്ട് ഓരോ ഓർഡർ അനുസരിച്ച് നിങ്ങൾക്കിവിടെ സെലക്ഷൻസ് നടത്താവുന്നതാണ്. ഇതുകൂടാതെ തന്നെ കോളേജസ് ആയിട്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ കാണിച്ചതുപോലെ തന്നെ കോളേജുകളുടെ എല്ലാം തന്നെ ലിസ്റ്റുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകൾ മാത്രമല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഏതൊക്കെയാണോ അവയെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെയും ഈ പറയുന്ന പ്രൈവറ്റ്, മാനേജ്മെൻറ്റ് സീറ്റുകളുടെ ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു വർഷമാണ് ഇങ്ങനൊരു പ്രത്യേകമായിട്ട് ഇവിടെ നൽകിയിരിക്കുക. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ അനുസരിച്ച്, അതായത് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് നിങ്ങൾക്കിവിടെ സെലക്ഷൻസ് നൽകാവുന്നതാണ്. അപ്പോൾ പ്രയോറിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്കിവിടെ ലിസ്റ്റുകൾ രണ്ടാമത്തെ ട്രേയിലേക്ക് മാറ്റപ്പെടുക. അപ്പോൾ ഇവിടെ സേവ് ആൻഡ് സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ അമർത്തി കഴിയുമ്പോൾ രണ്ടാമത്തെ ട്രേയിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത കോളേജുകൾ ആ ക്രമപ്രകാരം, ആ ഓർഡർ പ്രകാരം ഇവിടെ വരുന്നതാണ്. ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ എത്ര കോളേജുകൾ സെലക്ട് ചെയ്യുന്നു അതെല്ലാം തന്നെ സെക്കൻഡ് ട്രേയിലേക്ക് അല്ലെങ്കിൽ സേവ് ആൻഡ് സബ്മിറ്റ് നൽകുമ്പോൾ വരുന്നതാണ്. കൂടാതെ തന്നെ നിരവധി കോളേജുകൾ കൊടുത്ത് ഏറ്റവും അവസാനം സബ്മിറ്റ് ചെയ്യാനായിട്ട് നിൽക്കല്. ഏകദേശം 5-10 കോളേജുകൾ സെലക്ട് ചെയ്ത് ഓരോന്നും സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് ചെയ്ത് പോവുക. അല്ലാത്ത പക്ഷം എന്തെങ്കിലും കാരണവശാൽ ഇൻ്റർനെറ്റ് കണക്ഷൻസൊക്കെ പോകുമ്പോൾ ഒന്നേം തൊട്ട് ആദ്യം തന്നെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഓരോ ഇത് സെലക്ട് ചെയ്യുക. നിങ്ങൾക്കിവിടെ രണ്ടാമത്തെ ട്രേയിൽ നിങ്ങൾക്ക് വീണ്ടും റീഓർഡർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കോളേജുകളുടെ കോഡുകളാണ് ലഭിക്കുക. അപ്പോൾ കോഡുകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ റീ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അഥവാ ഇടയിലൂടെ ഒരു കോളേജ് മാറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ 0 കൊടുത്ത് അവിടെ സബ്മിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ സേവ് ചെയ്താൽ മതിയാകും. അപ്പോൾ ആ കോളേജ് നീക്കം ചെയ്യപ്പെടുന്നതുമായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എല്ലാ കോളേജുകളും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ സെലക്ട് ചെയ്യുക. അഥവാ നിങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുള്ള കുട്ടികളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ജോയിൻ ചെയ്തിരിക്കുന്ന കോളേജുകളുടെ കോഡുകളാണ് ഇവിടെ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ പറയുന്ന രീതിയിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക. ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. മൂന്നാമത്തെ ട്രേയിൽ ഈ പറയുന്ന സെലക്ട് ചെയ്യപ്പെട്ട എല്ലാ കോളേജുകളും അവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.